മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അയൽവാസി വളരെ ഗുരുതരാവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്നൊരു ടൈമാണ്. അയാളുടെ മകൻ വന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അത്രേ ഉപ്പ തീരെ സുഖമില്ല, അതേസമയത്ത് റൂഹ് പിരിയുന്നുമില്ല, എന്നാൽ വളരെയധികം ഇടങ്ങേറായി കിടക്കുകയാണ്. ഈ സമയത്ത് ഈ മഹാൻ ചെന്നു നോക്കി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അദ്ദേഹം വളരെയധികം പ്രയാസപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ് വേർപിരിയുന്നില്ല. അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. അദ്ദേഹം എന്തോ ഭീകരമായ രംഗങ്ങൾ കാണുന്ന പോലെ. മകനോട് ചുറ്റി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ പിതാവിന്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പൊ മകൻ പറഞ്ഞു, വാപ്പാക്ക് കച്ചവടമായിരുന്നു, വാപ്പാക്ക് 2 അളവ് പാത്രമുണ്ടായിരുന്നു. വാപ്പാക്ക് 2 അളവ് പാത്രമുണ്ട്. ഒന്നിൽ ഇങ്ങോട്ട് വാങ്ങും, വിൽപ്പന നടത്തുമ്പോൾ മറ്റൊന്നിൽ വിൽക്കും. കണ്ടയിൽ രണ്ടും ഒരുപോലെയാണ്, പക്ഷേ ഒന്നിന്റെ ഉള്ളു വിശാലമാണ്, ഒന്നിന്റെ ഉൾഭാഗം അത്ര തന്നെ വിശാലമല്ല. അങ്ങനെ ഒരു തട്ടിപ്പ് വാപ്പ സ്ഥിരമായിട്ട് ചെയ്തിരുന്നു. ഈ സമയത്ത് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തോട് മെല്ലെ ചോദിച്ചു, ശാന്തമായി ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. ആ സമയത്ത് അയാൾ പറഞ്ഞെന്താ അറിയോ, എന്നെ ഒരു അഗ്നിയുടെ ഒരു പർവ്വതത്തിലേക്ക് കയറാൻ എന്നെ നിർബന്ധിപ്പിക്കുന്നുണ്ട്. അഗ്നിയുടെ ഒരു പർവ്വതത്തിലേക്ക് കയറാൻ എന്നെ നിർബന്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനതാണ് അനുഭവിക്കുന്നത്, അതാണ് ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നത്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആ 2 അളവ് പാത്രങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ആ 2 അളവ് പാത്രങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഉടച്ചു കളയുകയും ചെയ്തു. പൊട്ടിച്ചു, അത് ഉടച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പം തങ്ങളെ അവസ്ഥ എന്ന് ചോദിച്ചു. ഇപ്പോഴും അത് നിലത്തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. വൈലിന്റെ വിശദീകരണത്തിൽ കാണാൻ അഗ്നിയുടെ മല, അഗ്നിയുടെ പർവ്വതം കയറാൻ ഈ തെറ്റ് ചെയ്ത, തട്ടിപ്പ് ചെയ്ത ആളുകളെ അവരെ നിർബന്ധിപ്പിക്കും എന്ന് ഹദീസിലുണ്ട്. തഫ്സീറിന്റെ വർണ്ണനയിൽ കാണാം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ കാണുന്ന ഈ സംഭവത്തിൽ ഇയാൾ കാണുന്നതും എന്താണ്? ഇയാൾ കാണുന്നതും ഒരു അഗ്നിയുടെ മല കയറാൻ നിർബന്ധിപ്പിക്കുന്നതാണ്. രണ്ടും കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. വൈലുൽ അളക്കത്തിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നവർക്ക് വമ്പിച്ച നാശം. ആ വൈല് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ഹദീസിലുള്ളത്, അത് അഗ്നിയുടെ ചങ്ങലയിൽ ബന്ധിച്ച് അഗ്നിയുടെ തീയിന്റെ പർവ്വതത്തിൽ കയറാൻ നരകത്തിൽ നിർബന്ധിപ്പിക്കും. അങ്ങനെ ഹദീസിലുണ്ട്. ഇവിടെ ഇയാൾ കണ്ടതോ, ഇയാൾ കാണുന്നതും അഗ്നിയുടെ ഒരു മലയിൽ കയറാൻ എന്നെ നിർബന്ധിപ്പിക്കപ്പെടുന്നു, ഇതാണ് എന്റെ അവസ്ഥ. അങ്ങനെ അയാൾ വല്ലാതെ ബേജാറായി, വല്ലാതെ ഒരു ഭീകരമായ അവസ്ഥ കണ്ടിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞ കാര്യമാണിത്. ഒരു നിലക്കുണ്ടാകരുതെന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അതൊരു അമാനത്താണ്, ആളുകൾക്ക് നമ്മളൊരു വിശ്വാസമുണ്ട്. അതിൽ ഒരിക്കലും നമ്മൾ യാതൊരു കൃത്രിമവും കാണിക്കരുത്. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. വിജയിച്ച മുഅ്മിനീങ്ങളെ പറ്റി അൽ മുഅ്മിനൂന സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറയുന്നത്, അവർ കരാർ ചെയ്താൽ പാലിക്കുന്നവരും വിശ്വസിച്ചേൽപ്പിച്ചതിൽ സത്യസന്ധത പുലർത്തുന്നവരുമാണ്. നല്ല വിശ്വാസവഞ്ചന ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അവരാണവർ എന്ന് നല്ല ആളുകളെ പറ്റി, മുഅ്മിനീങ്ങളെ പറ്റി, വിജയിച്ച മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹു പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, ഒരാൾ കരാർ ലംഘനം നടത്തിയാൽ അവനിക്ക് ശത്രുക്കളെ കൂടും. കരാർ ലംഘനം ശത്രുക്കളെ കൂടുതലുണ്ടാക്കുമെന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരാൾ വിധിച്ചാൽ ദാരിദ്ര്യം അവനിക്ക് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരമടക്കമുള്ള ഫാഹിശത്ത് ഒരാൾ വർദ്ധിച്ചാൽ പെട്ടെന്നുള്ള മരണം വരും. അളക്കത്തിലും തൂക്കത്തിലും കമ്മി വരുത്തുന്ന അവസ്ഥ വന്നാൽ അല്ലാഹു തആല ധാന്യങ്ങളും അതുപോലെ പച്ചക്കറികളും അതിൽ കുറവ് വരുത്തും. ഇതൊക്കെ ഹദീസിലുള്ളതാണ്.
ഒരാൾ കരാറ് ലംഘിച്ചാൽ അള്ളാഹു അവനിക്ക് ശത്രുക്കളെ കൊടുക്കും. ഒരാൾക്ക് ശത്രുക്കളുള്ള ഒക്കെ കരാറ് ലംഘിച്ചുകൊണ്ടാവൂല കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കണം. ഒരാൾക്ക് ശത്രുക്കളുള്ളത് എല്ലാം കരാറ് ലംഘിച്ചത് കൊണ്ടാകണമെന്നില്ല. കരാറ് ലംഘിച്ചാൽ അള്ളാഹു താല അവനക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്നു. അത് സ്വാഭാവികല്ലേ, ചിന്തിച്ചാൽ തന്നെ അറിയും. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവേശിച്ചാൽ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് അവനെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദാരിദ്ര്യമുള്ളവരൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വിധിച്ചവരാണെന്ന് മനസ്സിലാക്കരുത്. അങ്ങനെ ആയാൽ ഏതുപോലെ ജയിലിൽ കിടക്കുന്നവരൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കുറ്റവാളികൾ ജയിലിൽ കിടക്കും. ജയിലിൽ കിടക്കുന്നവരൊക്കെ കുറ്റവാളികളാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കുറ്റവാളികളും ജയിലിൽ കിടക്കുന്നുമില്ല. ഫാഹിഷത്തെ അധികരിച്ചാൽ പെട്ടെന്നുള്ള മരണം വരാം. വ്യഭിചാരമടക്കമുള്ള നീചവൃത്തികൾ അധികരിക്കുന്നൊരവസ്ഥ വന്നാൽ മരണം പെട്ടെന്ന് വരാം. അതുപോലെ അർത്ഥത്തിലും തൂക്കത്തിലും കമ്മി വന്നാൽ, കമ്മി വരുത്തുന്ന അവസ്ഥ വന്നാൽ അല്ലാഹു തആല ധാന്യങ്ങളിൽ കുറവ് വരുത്തും. ധാന്യങ്ങളും ചെടികളും നമുക്ക് വേണ്ടതൊക്കെ അതിൽ കുറവ് വരുത്തുമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. വഞ്ചന ഒരിക്കലും പാടില്ല എന്നതിന് ഒരു നിലക്കും കൃത്രിമം പാടില്ല. അത് ഇനിയിപ്പോ അളന്നാലും തൂക്കിയാലും അല്ലാത്തതിലുമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മഹാനായ കാണാം, ഒരു ടെക്സ്റ്റൈൽസിന്റെ ഉടമയായിരുന്നു യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം നല്ല തഖ്വയുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു. പള്ളിയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ കട. അതുകൊണ്ട് ജമാഅത്തിന്റെ സമയമായാൽ അദ്ദേഹം ജമാഅത്തിന് പോരും. അപ്പോ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകനെ കടയിൽ നിർത്തും. നമ്മൾ സാധാരണക്ക് ഇന്ന് നടക്കുന്നത് പോലെ തന്നെ. അങ്ങനെ ജ്യേഷ്ഠന്റെ മകനെ കടയിൽ നിർത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? പിന്നെ നിസ്കരിക്കാൻ പോരും. ഒരിക്കൽ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു തന്റെ കടയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പോന്നു. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം കടയിലേക്ക് പോകുമ്പോൾ ഒരു അഴറാബി, അതായത് ഉൾപ്രദേശത്ത് പാർക്കുന്ന ഒരു ഗ്രാമീണൻ, ആദിവാസികളെ പോലെ അങ്ങനെയുള്ള ഒരു ഗ്രാമീണൻ ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ഒരു തുണി വാങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കടയിൽ നിന്നാണ് ഇയാൾ തുണി വാങ്ങി ഇറങ്ങി വരുന്നത്. അപ്പൊ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു. നമ്മളെ കടയിൽ നിന്നാണല്ലോ വരുന്നത്. അയാളെ വിളിച്ചിട്ട് അയാൾക്കറിയില്ല ഇത് കടന്റെ മുതലാളിയാണെന്നറിയില്ല. എന്നാലും ഇയാള് ആ പാവപ്പെട്ട ആ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ തുണി വാങ്ങിയോ എന്ന് ചോദിച്ചു. അതെ, നല്ലൊരു തുണി വാങ്ങിയെന്ന് പറഞ്ഞു. ആ സമയത്ത് യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതിന് നിങ്ങൾ എത്രയാണ് വില കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് മുതലാളിയാണെന്ന് ഇയാൾക്കറിയില്ല. ഇയാളെ പറഞ്ഞത് ഞാൻ 400 ദിർഹം നൽകി. അപ്പോ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ഈ തുണിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അത് 200 ദിർഹമിന്റെ തുണിയാണ്. 200 ദിർഹമിന്റെ ഈ തുണി 400 ദിർഹമിനാണ് ജ്യേഷ്ഠന്റെ മകൻ തന്നെ പറയാലോ, മകൻ വിറ്റിട്ടുള്ളത്. ഇന്നൊക്കെയാണെങ്കിൽ എന്താ ചെയ്യാ? ഓൻ തിരക്കിടലല്ലോ, കച്ചവടം പഠിച്ച കുട്ടിയാ, ഓന് സ്ഥാനക്കയറ്റം കിട്ടും. പിന്നെ ഇയാളെ പറ്റിക്കലൊടന്ന് ഓനെന്ന് മനസ്സിലാക്കൂല. യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ഈ ഗ്രാമീണനായ പാവം സഹോദരനോട് പറഞ്ഞു, സഹോദരാ, ഇത് 200 ദിർഹമിന്റെ തുണിയാണ്. ആ കച്ചവടക്കാരൻ ഇത് മുതലാളിയാണെന്നുള്ള രൂപത്തിലല്ല, അല്ലാത്ത രൂപത്തിലാണ് പറയുന്നത്. ആ കച്ചവടക്കാരൻ നിന്റെ അടുത്തുനിന്ന് 200 ദിർഹം ഏറെ വാങ്ങിയിട്ടുണ്ട്, കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഇത് 200 ദിർഹമിന്റെ തുണിയാണ്. അപ്പോ അഴറാബി പറഞ്ഞു, ഏയ്, എന്റെ നാട്ടിൽ ഇതിന് 400 ദിർഹം വില വരുന്നതാണ്. ഇല്ല, അത് നിങ്ങളുടെ നാട്ടിൽ ഉൾപ്രദേശത്തായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇതിന് 200 ദിർഹമേ വിലയുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഈ തുണി അങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് താങ്കളുടെ 400 ദിർഹം വാങ്ങണം, അല്ലെങ്കിൽ പോയിട്ട് 200 ദിർഹം അവന്റെ അടുത്ത് നിന്ന് വാങ്ങണം എന്നാണ്. അപ്പൊ അഴറാബി അതിന് തയ്യാറല്ല. ഇതിപ്പോ നല്ല തുണിയല്ലേ, 400-നൊക്കെ മുതലുണ്ടല്ലോ എന്നുള്ള ആൾക്കാർ സമ്മതിച്ചില്ല. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വ നോക്കണം സഹോദരാ. ഇവിടെ ഈ ആയത്തുള്ള ഓർമ്മയാണത്. അലാ യظنു ഉലൈക അന്നഹും മബ്ഊസൂൻ.
മനുഷ്യന്മാര് മനസ്സിലാക്കുന്നില്ലേ, ഗൗരവതരമായ ഒരു ദിവസം ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടും. ഇങ്ങനെ ഒരു വഞ്ചന വന്ന നാളെ കൊടുങ്ങും. ഇപ്പൊ 200 ദിർഹമേറെ കിട്ടി, പക്ഷെ അതൊക്കെ പോകും. അതുകൊണ്ട് മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ഈ അറാബിയെ നിർബന്ധപൂർവ്വം കടയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കടയിലേക്ക് കൊണ്ടുപോയിട്ട് യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് ചോദിച്ചു, ഈ തുണിയുടെ വില എത്രയെന്ന് ചോദിച്ചു. അത് 200 ദിർഹമാണ്. നീ എത്രയാണ് വാങ്ങിയതെന്ന് ചോദിച്ചു. 400 ദിർഹമാണെന്ന് പറഞ്ഞു. എന്നാ ബാക്കി നീ കൂടുതൽ വാങ്ങിയ ആ 200 ദിർഹം തിരിച്ചു കൊടുക്കുക. മകൻ വേഗം അനുസരിച്ചു, 200 ദിർഹം തിരിച്ചു കൊടുത്തു. അഹ്റാബി സന്തോഷത്തോടുകൂടെ തുണിയും വാങ്ങി 200 ദിർഹം തിരിച്ച് അതും കിട്ടി. അയാൾ സന്തോഷത്തോടെ പോയി. ഇയാൾ കടയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മകനെ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്ത് വഞ്ചനയെ നീ കാണിച്ചു? ആ സമയത്ത് മകൻ പറഞ്ഞു, തന്റെ ജ്യേഷ്ഠന്റെ പുത്രൻ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അദ്ദേഹം ആ തുണിക്ക് 400 ദിർഹം വരും എന്നുള്ളിടത്താണ്, അയാളെ നാട്ടിൽ അത്രയ്ക്ക് വിലണ്ട് എന്നുള്ളിടത്താണ്, പിന്നെന്താ കുഴപ്പം? അതുകൊണ്ടാണ് ഞാൻ 400 ദിർഹം അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വാങ്ങിയതെന്നാണ്. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഒരിക്കലും ഇത്തരത്തിലുള്ള വഞ്ചനകൾ ഒരിക്കലും ഉണ്ടാകരുത്, അറിയാത്ത ആളുകളെ ഒരിക്കലും പറ്റിക്കരുത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതാണ്. നോക്കൂ, ഈ സംഭവത്തിൽ എത്ര പാഠങ്ങളുണ്ട്, എത്ര പാഠമുണ്ട്. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ഗൗരവത്തിലെടുക്കേണ്ടത്. അറിയാത്ത ആളുകളെ പറ്റിക്കുക എന്നുള്ളത് എല്ലാ മേഖലയിലുള്ളതാണ്. ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലുള്ള എല്ലാ മേഖലയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അങ്ങാടിയിലേക്ക്, ചന്തയിലേക്ക് ചെന്നു. എന്നിട്ട് കച്ചവടം നടത്തുന്ന ആളുകളുടെ കച്ചവട കേന്ദ്രങ്ങളിലൂടെ ഓരോരുത്തരും വിൽക്കുന്ന വസ്തുക്കളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പോകുമ്പോ ഒരാള് ഒരുപാട് ഗോതമ്പ് കൂട്ടിയിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. ഗോതമ്പ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിട്ട് അതിലേക്ക് തന്റെ കൈയിട്ടു. റസൂൽ എന്ത് ചെയ്തു? ഈ ഗോതമ്പ് ഇങ്ങനെ കൂട്ടിയിട്ട ഗോതമ്പിലേക്ക് തന്റെ കയ്യൻ താഴ്ത്തി. അപ്പൊ അതിന്റെ അടിയിൽ നനവുണ്ട്, ചീഞ്ഞതാണെന്ന് പറയും പോലെയാണ്. റസൂലുള്ളാഹി തങ്ങൾ കൈ ഉയർത്തിക്കൊണ്ട് ആ കച്ചവടക്കാരനോട് ചോദിച്ചു, എന്താടാ അത്, ഇതിന്റെ അടി നനഞ്ഞിട്ടുണ്ടല്ലോ. ഉടൻ തന്നെ അദ്ദേഹം പേടിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരെ മഴവെള്ളം തട്ടിയതാണ്, വേറൊന്നുമല്ല, അത് ചീഞ്ഞതല്ല, കേടുവന്നതല്ല, മറിച്ച് വെള്ളം തട്ടിയതാണ്, മഴവെള്ളം തട്ടിയതാണ്, യാതൊരു കുഴപ്പമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അഫലാ ജഅൽതുഹു ഫൗഖ ത്വആൻ, എന്നാൽ നിനക്ക് ആ മഴവെള്ളം തട്ടിയത് ഇതിന്റെ മുകളിൽ വെച്ചുകൂടായിരുന്നു? ഹത്താ യറാഹുന്നാസ്, എന്നാൽ ജനങ്ങളത് കാണുമല്ലോ. ആളുകൾ ഉണങ്ങിയത് വാങ്ങണമെന്ന് കരുതി ഇത് വാങ്ങുമ്പോ പിന്നെ അടിയിന്ന് ഈ സാധനം കിട്ടുമ്പോ ഇത് നനഞ്ഞതാ കിട്ടുക. അപ്പൊ ഒരു വഞ്ചന പോലെയാണത്. മഴവെള്ളം തട്ടി നനഞ്ഞതാണെങ്കിൽ ആ നനഞ്ഞത് എനിക്ക് മുകളിൽ വെച്ചുകൂടായിരുന്നോ? എന്നാ ആളുകൾ ഇവനത് കണ്ടിട്ടാളാ വാങ്ങുന്നത്. അപ്പൊ ഇതിനവിടെ വഞ്ചന ഉണ്ടാവില്ല. ഇത് നനഞ്ഞത് അടിയിലിട്ടത്, ഉണങ്ങിയത് മുകളിലിട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു, മൻ ഹസ്സനാ ഫലൈസ മിന്നാ, വഞ്ചന നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുപോലും അള്ളാഹുവിന്റെ മഴവെള്ളം തട്ടിയ ആ ഗോതമ്പ് പോലും സാധാ വെള്ളം തട്ടിയതാണ്, നനവുള്ളതാണ്, ഉണങ്ങിപ്പോവും. പക്ഷെ അതുപോലും ഉള്ളിൽ വെച്ച് പുറത്തേക്ക് ഉണങ്ങിയതിട്ട് അപ്പൊ അതൊരു വഞ്ചന പോലെയാണെന്നാണ്. അതുപോലും പാടില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞു. നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടർക്ക് ശക്തമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഭീകരമായ ശിക്ഷ കിട്ടിയ 2 വിഭാഗമാണ്. ഒരേ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട 2 വിഭാഗമാണ് സമൂദ് വിഭാഗവും ഷുഐബ് നബിയുടെ ജനതയും. ഓരോ സമുദായത്തിനും ശിക്ഷ വ്യത്യസ്തമായ രൂപത്തിലാണ്. എന്നാൽ 2 കൂട്ടർക്ക് ഒരേ ശിക്ഷ കൊടുത്തത് ഒന്ന് സമൂദ് വിഭാഗത്തിനും മറ്റൊന്ന് ഷുഐബ് നബിയുടെ ജനതക്കും. ഓരോ ജനതക്കും ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൂത്ത് നബിയുടെ ജനതക്ക് അവര്
ലൈംഗിക വിഷയങ്ങളായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ അതേസമയം മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതക്ക് അവരിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം, അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തിയെന്നാണ്. നമ്മൾ ഈ മുത്തഫിഫീന സൂറത്ത് ഇവിടെ വിശദീകരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ വിഷയീഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശുഐബ് നബിയോട് ബന്ധപ്പെട്ട്. ഒന്ന് ശ്രദ്ധിക്കൂ, ഞാൻ അത് സംബന്ധമായ ഏതാനും ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ ഹൂദ് സൂറത്തിൽ നിന്ന് ഉദ്ധരിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. ഹൂദ് സൂറത്തിലെ 84-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാം, വഇലാ മദിയന അഖാഹും ശുഐബാ. മദിയൻ ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ശുഐബ് നബിയെ നാം അയച്ചു. ആ സന്ദർഭം നീ ഓർക്കണം, അള്ളാഹു കഥ പറഞ്ഞു തരാണ്. എന്നിട്ട് ശുഐബ് നബി തന്റെ ജനതയോട് എന്താ പറഞ്ഞത്? ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ്. അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞു, ഓ ജനങ്ങളെ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹ്, ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല. ഇതാണ് ആദ്യമായിട്ട് ഉപദേശം. അല്ലാഹുവല്ലാതെ വേറൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല. ഈ ഉപദേശം കൊടുത്ത ഉടനെ പിന്നെ ഉപദേശം എന്താ? വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ. നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും ഒരിക്കലും കമ്മി വരുത്തരുത്. നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും ഒരിക്കലും കമ്മി വരുത്തരുത്. ഇന്നി അറാകും ബിഖൈർ. അറാകും ബിഖൈർ. ശുഐബ് നബി തന്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെ നാം ക്ഷേമൈശ്വര്യത്തിലാണ് കാണുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം അല്ലാഹു നല്ലോണം തന്നിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ മുതലുണ്ടല്ലോ, ഇഷ്ടംപോലെ തിന്നാനുണ്ടല്ലോ, പിന്നെന്തിനാ കൃത്രിമം കാണിക്കേണ്ട ആവശ്യം? അതിന്റെ അർത്ഥം ഇല്ലെങ്കിൽ കൃത്രിമം കാണിക്കണമെന്നല്ല. ഇപ്പൊ തീരെ തിന്നാൻ കിട്ടാതെ ഒരാൾ ശവം തിന്നു ജീവൻ നിലനിർത്താൻ. ഇഷ്ടംപോലെ തിന്നുണ്ടായിട്ട് ശവം തിന്നുന്നതും ഒന്നും കിട്ടാതെ ജീവൻ നിലനിർത്താൻ തിന്നതും വ്യത്യാസമുണ്ട്. അള്ളാഹു പറയുന്നത്, മഹാനായ ശുഐബ് നബി അവരോട് പറഞ്ഞു, ഇന്നി അറാകും ബിഖൈർ. നിങ്ങൾ ഞാൻ കാണുന്നത് ക്ഷേമൈശ്വര്യത്തിലാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അഭിവൃദ്ധി ഉണ്ട്, സുഭിക്ഷത ഉണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ അരപ്പത്തരം കാണിക്കുന്നത്? വളരെ വിനയത്തോടുകൂടെ പറഞ്ഞു കൊടുക്കണം. وإني أخاف عليكم عذاب يوم محيط. ഒരു വലിയ ദിവസത്തെ ശിക്ഷ, ആകെ വലയം ചെയ്യുന്ന ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നുണ്ട്. നിങ്ങൾ ഇതേ നിലപാടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ശിക്ഷ ഉണ്ടാവും. അതിനാണ് വയില്, അതാണ് വയില്. നിങ്ങൾ ഈ കൃത്രിമം കാണിക്കുന്നത്, അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തുന്ന ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം. നിങ്ങൾ എന്തിനാ അതിന് നിൽക്കുന്ന? ഇപ്പൊ കോടികളുടെ ആസ്തിയുള്ള ഒരാളാണ് ചിലപ്പോ കടിയിൽ വന്നിട്ട് പറയണം, ഈ പൊട്ടിയ തക്കാളിയൊക്കെ വില കുറച്ച് തരുമോ? കുറച്ച് ചീഞ്ഞ തക്കാളിയൊക്കെ കുറച്ച് വില കുറച്ച്. അപ്പൊ ഇയാളെ ഈ പിശുക്ക് കാണിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് കോടികൾ ആസ്തി ഉണ്ടായിട്ട് നിങ്ങൾ ഈ അരപ്പത്തരത്തിൽ നിൽക്കണം? ചോദിക്കൂലേ? അല്ലാത്തവനെല്ലാം പറ്റുന്നല്ലല്ല ഇതിന്റെ അർത്ഥം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇയാളിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ശുഐബ് നബിയുടെ ജനതയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ജീവിക്കാനുള്ളത് അള്ളാഹു നല്ലോണം അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടും അവരുടെ ആക്രാന്തം, സമ്പത്തിനോടുള്ള അത്യാർത്തി, അവർ സ്വന്തം ആൾക്കാരെ പറ്റിക്കും. പുറത്തുള്ളവരെ പറ്റിക്കാൻ പാടില്ല, ആരും പറ്റിക്കാൻ പാടില്ല. അകത്തുള്ളവനെ തന്നെ പറ്റിക്കുന്നവൻ പുറത്തുള്ളവനെങ്ങനെ പറ്റിക്കും? സ്വന്തം ആളുകളെ അവരെ പറ്റിക്കും. സ്വന്തം കുടുംബത്തിലുള്ളവരെ, സ്വന്തം അയൽവാസികളെ അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തിയിട്ട് ഒരാള് മറ്റവനെ വഞ്ചിക്കുമ്പോൾ ഓം വരെ വേറെ ശരിയാക്കുന്നുണ്ടാവും.
ഇവർക്കതന്നെ പണി. ആ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, നിങ്ങളെ ഞാൻ കാണുന്നത് ഐശ്വര്യത്തിലാണ്, ക്ഷേമത്തിലാണ്, ഒക്കെ നല്ല സുഖാണ്. എന്നിട്ട് മാത്രല്ല, ഇതേ നിലപാടുകൾ സ്വീകരിച്ചാൽ ആകെ വലയം ചെയ്യുന്ന ഒരു മഹാശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നുണ്ട്. വീണ്ടും ഉപദേശം കൊടുത്തു, വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്. എന്റെ ജനങ്ങളെ, നിങ്ങൾ നീതിപൂർവം അളത്തത്തിലും തൂക്കത്തിലും അത് പൂർത്തിയാക്കണം. നിങ്ങൾ ഒരു നിലക്കും ആളുകളോട് വഞ്ചന കാണിക്കരുത്, കച്ചവടത്തിൽ ഒരു കൃത്രിമം വരരുത്. നിങ്ങൾ നീതിപൂർവം ചെയ്യണം. മാത്രമല്ല, വലാ തബ്ഖസുന്നാസ അശ്യാഅഹും. ജനങ്ങൾക്ക് അവരുടെ ചരക്കുകളെ, അവരുടെ വസ്തുക്കളെ ഒരിക്കലും നിങ്ങൾ അതിൽ നഷ്ടം വരുത്തരുത്. അത് തൂക്കത്തിലും അളത്തത്തിലും മാത്രമല്ല, നമ്മളിപ്പോ വിശ്വസിച്ച് ഏൽപ്പിച്ചതിലും മറ്റിലൊന്നും ഒരു നിലക്കും എന്ത് ചെയ്യരുത്, കൃത്രിമം കാണിക്കരുത്. ഒരു നിലക്കും കാണിക്കരുത്, യാതൊരു നിലക്കും കൃത്രിമം കാണിക്കരുത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തൊക്കെയുള്ള ചില സഹോദരങ്ങൾ എത്രമാത്രം വലിയ വഞ്ചനയെ കാണിക്കുന്നുണ്ട്. ക്ലാസ് റൂമിലൊക്കെ അത് ശ്രമിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. വിവരമില്ലാതെ നാട്ടിലേക്ക് ഒരു മുടിയാളിക്കലിന് പൈസ അയച്ചു കൊടുക്കണം. അതിന് അവിടെ ഹലാലായ തട്ടിപ്പ് എന്ന് പറഞ്ഞ് നടത്തുക. എല്ലായിടത്തുണ്ട്. ചരക്കുകളൊക്കെ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മാറ്റുക, വഴിയിൽ വെച്ചിട്ട് മാറ്റുക, അടിച്ചു മാറ്റുക. ഒരുപാട് ഉണ്ടാകുമ്പോൾ ഒരു ചാക്കൊക്കെ മാറ്റുമ്പോൾ, ഒരു പെട്ടിയൊക്കെ മാറ്റുമ്പോൾ അറിയില്ല. ഇവർ വിചാരിക്കും നല്ല ലാഭമാണ്, ഒരു ബർക്കത്തുണ്ടാവില്ല ആ പൈസക്ക്. ആ പൈസക്ക് സഹോദര യാതൊരു ബർക്കത്തുണ്ടാവില്ല. ആ വന്നതിലേറെ സ്പീഡിൽ അത് പോകും, പിന്നീട് കേറിക്കും. എത്ര ആളുകൾ. ഞാനൊരു യാത്രയിൽ എനിക്ക് സംഘാടകർ 2 വീട് കാണിച്ചു. ഒരു ഹലാക്കിന്റെ വീട്, അതിന്റെ അടുത്തുണ്ട് ഒരു കുഞ്ഞു വീട്. അത് അത്ര വലിയ ചെറിയ വീടൊന്നുമല്ല, അത്യാവശ്യം വലിയ വീട് തന്നെയാണ് ആ ചെറുതും. പക്ഷെ അതിലേറെ വലുതാണ്. ഒരു കോഴിക്കുട്ടി നിൽക്കും പോലെ തോന്നും. ഇത് എന്നോട് പറഞ്ഞു, ഇത് രണ്ടൊന്ന് കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞു. ബാക്കി പിന്നെ പറഞ്ഞുതരാം, വണ്ടി പോകല്ലേ. ഞാനൊന്ന് നോക്കി, വലിയൊരു വീട്, അതിൻ്റെ അടുത്ത് ചെറിയൊരു വീട്. അപ്പൊ ആ വലിയ വീടുണ്ടല്ലോ, അത് ഒരു സഹോദരന് ഗൾഫിൽ നിന്ന് അറബിയെ പറ്റിച്ച് കോടികൾ ഇട്ട് വലിച്ചിട്ട് ഇവിടെ നിന്നുണ്ടാക്കിയാണത്ര. അറബി എത്തിയത് മറ്റുള്ള മലയാളികളെ ഉപയോഗിച്ച് വിസ എടുത്ത് ഇങ്ങോട്ട് നാട്ടിൽ പോകും, ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അറബി ആളുഷാറാണ്. അയാൾ ഇവിടെ വന്ന് ഇവനെ കയ്യോടുകൂടെ പിടിച്ചു, ഈ മുതൽ വാങ്ങി. എന്നിട്ട് ഇവന് ചെറിയൊരു വീട് എടുത്തെടുത്തു. അതാണ് അതിന്റെ അടുത്തുള്ള വീട്. ഇനി ഇവൻ ആ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആ വലിയ വീട് ഇങ്ങനെ കണ്ടിട്ട് ആലോചിക്കാം, നടന്നില്ലത്, ആ തട്ടിപ്പ് പൂർത്തിയായില്ല. ഇതൊരു ഉദാഹരണം പറഞ്ഞ സഹോദര, എത്ര സംഗതികളാണ് കൃത്രിമം കാണിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ ഒരു പ്രമുഖ ജ്വല്ലറിയുടെ ഉടമ എന്നോട് പറഞ്ഞു, ഗൾഫിലുള്ള ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ ഒരു മാനേജറായിട്ട് ഒരു മുസ്ലിം സഹോദരനെ വെച്ചു. അയാൾ കൃത്രിമം കാണിച്ചിട്ട് അയാളെ പണിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ പോസ്റ്റിലേക്ക് മറ്റൊരു മുസ്ലിം സഹോദരനെ വെച്ചു, നല്ല ശമ്പളത്തിൽ. ഈ മുതലാളിയുടെ അഭാവത്തിൽ അവനും പൈസ മാറ്റാൻ അവസാനം അയാളെ ഒഴിവാക്കി. 3ാമത് മറ്റൊരു മുസ്ലിം സഹോദരനെ വെച്ചു. അതേപോലെ വഞ്ചന ഇവനും കാണിച്ചു. അവസാനം 4ാമത് മറ്റൊരാളെ വെച്ചു. അവനും ഇതുപോലായി. 5ാമതൊരു മുസ്ലിം സഹോദരനെ വെച്ചു. അവനും ഇതുപോലെ വഞ്ചന എന്നോട് നേരിട്ട് പറഞ്ഞു. 5 പ്രാവശ്യം മാറി വെച്ച മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും വഞ്ചന കാണിച്ചപ്പോ 6ാമത് നിയോഗിച്ചത് ഒരു നായരെ മാനേജറാക്കിയതിന്റെ ശേഷം ഭയങ്കര ഉയർച്ച ബിസിനസ്. ബർക്കത്ത ആദ്യമുള്ള ബർക്കത്താണ്. നായരെ സത്യസന്ധമായി കൈകാര്യം ചെയ്തു എന്നാണ്. അയാൾക്കുള്ള ശമ്പളമല്ലാതെ ഒരൊറ്റ റിയാൽ പോലും കൊടുക്കൂല. ഭയങ്കര വിശ്വാസം, ഭയങ്കര വിശ്വസ്തൻ. സഹോദരനാണ് പരലോകത്ത് കൂറ്റം കിട്ടും ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ പരലോകത്ത് ശിക്ഷ ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവിടെ പറഞ്ഞില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ഗൗരവകരമായ ഒരു ദിനം വരാനുണ്ട്. അതൊന്നും ആലോചിച്ചിട്ടല്ല. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടണം, സ്ഥാനം ലഭിക്കണം, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറി ഇവിടെ നല്ല ഒരു വ്യക്തിത്വം ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ്, ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് ഇയാൾ അങ്ങനെ ചെയ്തത്.
അയാൾ ചെയ്യേണ്ടിയിരുന്ന ആ സൂക്ഷ്മത വേണ്ടിയിരുന്നതായിരിക്കാം നമുക്ക്. വഞ്ചന കാണിച്ചു, പെട്ടെന്ന് ഓരൻ ചെലവിലൂടെ രക്ഷപ്പെടാൻ കടുത്ത വഞ്ചനയാണ് ആ സഹോദരൻ കാണിച്ചത്. ഇതിപ്പോ നമ്മൾ അറിയുന്നൊരു കേസ്. സഹോദരൻ അങ്ങനെ എത്ര പ്രശ്നങ്ങൾ. ഹജ്ജ് വേളയിൽ മിനായിൽ കച്ചവടം നടത്തുമ്പോൾ അവിടെ ഒരു സഹോദരൻ റിയാല് അടിച്ചു മാറ്റിയത് സാൻഡ്വിച്ചിന്റെ ഉള്ളിലേക്കാണ്. ഒരു കച്ചവടക്കാരൻ പറഞ്ഞത് ഇടക്കിടക്ക് റിയാല് ചുരുട്ടിയിട്ട് സാൻഡ്വിച്ചിന്റെ ഉള്ളിലേക്കാണ് തിരക്കും. കക്കരിയല്ല, റിയാല്. എത്ര പേര് വഞ്ചന കാണിക്കുന്നു, എത്ര പേര് വഞ്ചന കാണിക്കുന്നു. സഹോദരായ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു നിലക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണത്. നമുക്ക് അല്ലാഹു തആല ഐശ്വര്യം നൽകും. ആ നിലപാട് സ്വീകരിച്ചാൽ ഉള്ളതും പോയി, ജീവിതത്തിൽ യാതൊരു ബർക്കത്തും ഉണ്ടാവില്ല, ദുആക്ക് ഇജാബത്ത് കിട്ടൂല. ഒരു നിലക്കും പാടില്ല സഹോദര. കണ്യത്ത് ഉസ്താദിന്റെ ചരിത്രത്തിൽ കാണാലോ, കണ്യത്ത് ഉസ്താദിന്റെ അരികിലേക്ക് ഒരു ശിഷ്യൻ വയനാട്ടിൽ നിന്ന് വന്നപ്പോ ചായപ്പൊടി ഓടെ നടത്തു, ചായപ്പൊടി. അപ്പൊ കണ്യത്ത് ഉസ്താദ് ചോദിച്ചില്ല, ഇതെന്തിനാ? ആ ശിഷ്യൻ പറഞ്ഞു, ഇവിടെ ഉസ്താദെ ഒരുപാട് ആളുകൾ വരുന്നതല്ലേ, ഓൽക്കൊക്കെ ചായ ആച്ചി കൊടുക്കാലോ. ആ ശരിയായിരുന്നു. വയനാട്ടുകാരനായ തന്റെ ശിഷ്യൻ പോയ ഉടനെ മഹാനായ റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാദിദ് കണ്ണിയത്ത് ഉസ്താദ് തന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, അത്രേ ഈ ചായപ്പൊടി ഈ വീട്ടുകാർക്ക് ഹറാമും ഇവിടെ വരുന്ന അതിഥികൾക്ക് ഹലാലുമാണ്. എന്തേ? ഈ ശിഷ്യൻ എന്താ പറഞ്ഞത്? ഇവിടെ ഒരുപാട് ആളുകൾ വരൂല്ലോ ഉസ്താദെ, ചായ ആച്ചി കൊടുക്കാന്നാണ്. അതിന്റെ അർത്ഥം ആ വീട്ടുകാർ ഉപയോഗിക്കാൻ പാടില്ല എന്നാ. അത് അങ്ങനെ ഒരു പ്രയോഗമാണ്. നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ വിരുന്ന് പോവുകയാണ്. അപ്പൊ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി, കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയും കുറച്ച് ഓറഞ്ചും ഒക്കെ. അപ്പൊ ചെന്നാൽ ചിലപ്പോൾ അവിടുത്തെ ആള് പറയുന്നത്, എന്തിനാണ് ഇതൊക്കെ കൂടി നിങ്ങൾ കൊണ്ടുവന്നത്? പെണ്ണുങ്ങൾ പറയും. അപ്പോ ഈ പെണ്ണ് പറയുന്നത്, കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അതിന്റെ അർത്ഥം വലിയോല് തിന്നാൻ പാടില്ല എന്നാ? അല്ലല്ല, ചിലപ്പോൾ ശരിയാക്കലൊക്കെ വലിയോലായിരിക്കും. അതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയുള്ള ചോദ്യം മറുപടിയാണ്. എന്തിനാ നിങ്ങളിതൊക്കെ കൊണ്ടുവന്നതെന്ന് ചോദിക്കേണ്ട ആളെന്നെ ഒന്നുമില്ലാതെ പോയി നോക്കണം. അല്ലാത്ത മനുഷ്യന്മാരാ, ഒന്നുമില്ലാതെ വന്ന് പറയാൻ പറ്റും. അതൊക്കെ നേരെ തിരിച്ചു പറയും, അത് ഒഴിവാക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അതൊക്കെ ഒരു പ്രയോഗങ്ങളാ. എന്നതുപോലെ ശിഷ്യന് ഊരാൻ വേണ്ടി പറഞ്ഞതാണ്. എന്ത്? ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നല്ലേ, നമ്മളൊക്കെ സാധാരണ പറയേണ്ട വർത്താനാണ്. അത് സമസ്തന്റെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദിന് തിരിയാത്തോണ്ടൊന്നല്ല. പക്ഷെ അയാളെ നാവെന്ന് വന്ന എന്താ, ഇവിടെ ഒരുപാട് ആൾക്കാർ വരില്ലേ, അവർക്ക് ചായ ഉണ്ടായി കൊടുക്കാന്നാണ്. എന്നാ അവർക്ക് ചായ ഉണ്ടായി കൊടുക്കണം. ആ പ്രയോഗം തിരിയേറ്റൊന്നല്ലത്, സൂക്ഷ്മതയാണത്. നമ്മൾ മറ്റീന് മസാല ഉണ്ടാക്കും, അതൊരു പ്രയോഗമാണ്, കുഴപ്പമില്ല. കണ്ണിയത്ത് ഉസ്താദ് മസാല ഉണ്ടാക്കേണ്ടി നേരെ മറിച്ചാണ്. എന്നിട്ട് സഹോദര വീട്ടുകാർക്ക് പണിയാണത്. ആരെങ്കിലൊക്കെ വന്നാല് ചായ കൊടുക്കും, കണ്ണിയത്ത് ഉസ്താദിന് ചായ കൊടുക്കണം. അപ്പൊ ഇവര് കണ്ണിയത്ത് ഉസ്താദിനുള്ള ചായ വേറെ ചായപ്പൊടി കൊണ്ടാകണം, അത് നിർബന്ധമാണ്. വീട്ടുകാർ പഠിച്ചു. അത് അതിഥികൾക്ക് തീർന്നു കൊടുക്കും, അത് തീരുവോളം അങ്ങനെ തന്നെയാണ്. എന്തൊരു സൂക്ഷ്മത. അതുകൊണ്ട് വാഴക്കാട് വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളം ഒന്നായിട്ട് ദാറുൽ ഉലൂം അറബി കോളേജിലേക്ക് കയറി, ക്യാൻറ്റീനിലേക്ക് വെള്ളം കയറി എന്ന് കണ്ടപ്പോ കണ്ണിയത്ത് ഉസ്താദിനെ കൊടുന്നു. കണ്ണിയത്ത് ഉസ്താദ് ദുആയിരുന്നു, യാ വധൂ എന്ന് പറഞ്ഞ ദുആയിരുന്നു. ആ ദുആന്റെ അടിയിൽ മൂപ്പരിങ്ങനെ കാട്ടി. ജനങ്ങൾ മുഴുവനും കണ്ടു സഹോദര വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നത്. എന്താ കാരണം എന്നറിയോ? പള്ളന്റെ ഉള്ളിൽ എന്തില്ല, ഹറാമില്ല. ദുആ എന്നപ്പോഴാണ് ഉത്തരം കിട്ടിയതാ. കൈയോണ്ട് ഇങ്ങനെ ആക്കി മൂപ്പര് വെള്ളം ഇങ്ങനെ ഇറങ്ങി എന്നുള്ളതാണ്. എങ്ങനെ സഹോദര ആ ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുക്കാതിരിക്കുക? അള്ളാഹുവോട് ആത്മീയമായ കണക്ഷൻ ഒരാൾക്കുണ്ടെങ്കിൽ അവന്റെ നാവ് അള്ളേ ആകുമെന്ന് പറഞ്ഞാൽ ഇതാ ഉദ്ദേശം, ഇതാണ് ഉദ്ദേശം. എത്ര പെട്ടെന്നാണ് ഉത്തരം കിട്ടിയത്, എത്ര പെട്ടെന്നാണ് ഉത്തരം ലഭിച്ചത്. ശ്രദ്ധിക്കണം നമ്മൾ. ഇന്നിപ്പോ ഒരു മഹല്ലില് ഒരു ഉസ്താദാണെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നും ചെലവ് വേണമെന്ന് കമ്മിറ്റിക്കാർ തീരുമാനിച്ചിട്ടുണ്ടാവും. 500 വീടുണ്ടെങ്കിൽ 500 വീട്ടിൽ നിന്നും ഉസ്താദിന് ചെലവ് വേണം. അപ്പോ വളരെ സാവകാശമാണ് ഇങ്ങനെ മടങ്ങി വരുള്ളൂ ഒരു വീട് കഴിഞ്ഞാൽ. അപ്പൊ ചിലപ്പോൾ അതിൽ വട്ടിപ്പലിശ കൊടുക്കണ്ടുണ്ടാവും. അവന്റെ പരിയിൽ നിന്നും വരും അട്ടിപ്പാത്രം. ഉസ്താദ് അതാണ് കഴിക്കുന്നത്. ഇതുവരക്കുണ്ട് ഞാൻ ഉത്തരം കിട്ടുക അല്ലാത്ത ഇടന്നല്ലാന്നിട്ട്. എന്നാൽ നീ അങ്ങനെ ചില ആളുകളെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ ആകെ വിവാദമാവും. അതിന്റെ പേരിൽ നാട് ഭിന്നിക്കും. എന്റെ പറ്റൂല,
എന്നാ ശരി, മറ്റോന്റെ വീട്ടിൽ പോയല്ലോ, ഓനെന്താ പണി? ഓൻ ലോട്ടറി എടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടോ? അറിയില്ല. അവൻ ക്യാൻസലാക്കി, ഓൻ പ്രശ്നമാക്കി, ആകെ പ്രശ്നോടെ പ്രശ്നം. ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കാൻ വളരെയധികം പ്രയാസം. മല കയറേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ, അതവസ്ഥയിൽ. സഹോദര, നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക, അല്ലാതെ നമ്മുടെ മുന്നിൽ വഴിയില്ല. നമ്മൾ പരമാവധി ശ്രദ്ധിക്കല്ലാതെ നമ്മുടെ മുന്നിൽ വഴിയില്ല. കണ്ണീത്തുസ്താദിനെ പോലെ ഒക്കെ നിൽക്കണമെങ്കിൽ നല്ല ഇടങ്ങാറാ. കുപ്പായനെ പൊന്തിക്കും, എന്നിട്ട് പള്ളക്ക് ഇങ്ങനെ അടിച്ചിട്ട് പറയും, ഈ അഹമ്മദ് അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഇതുവരെ ഹറാമ് കയറ്റിയില്ല. അന്റെ കുടിരിക്കലിന് വന്നാല്, അന്റെ വീട്ടിലെ കല്യാണത്തിന് വന്നാല് ഹലാലായ ഭക്ഷണം മാത്രമേ തരുന്ന ഉറപ്പുണ്ടോ ചോദിക്കും. കല്യാണം പറയാൻ വന്നാൽ എനിക്കെന്താ പണി വെക്കും അറിയാം. നമ്മളിപ്പോ അങ്ങനെ കല്യാണം പറയാൻ വന്ന ആളോട് അങ്ങനെ ചോദിച്ചാൽ തന്നെ പോട്ടെ, നിങ്ങൾ വരണമെന്നില്ല, അസ്സലാമു അലൈക്കും, പേര് സ്പീഡിൽ പോകും, പിന്നെ ആ വഴിക്ക് വരില്ല. ഇപ്പത്തെ കാലം അങ്ങനെ. എന്തായാലും ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ജനങ്ങളുടെ വസ്തുക്കളിൽ കുറവ് വരുത്തരുത്, കമ്മി വരുത്തരുത്. മാത്രമല്ല വലാ തഅ്സൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ ഒരിക്കലും കുഴപ്പമുണ്ടാക്കരുത്. എന്നിട്ട് വലിയൊരു പോയിന്റ്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ശുഐബ് നബി അന്ന് പറഞ്ഞു കൊടുത്തു. എന്താണത്? ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മോമിനീങ്ങളാണെങ്കിൽ അളത്തത്തിലും തൂക്കത്തിലൊക്കെ കറക്റ്റ് ആ അവസ്ഥ സ്വീകരിച്ച് അങ്ങനെ നിങ്ങൾക്ക് ബാക്കി വരുന്ന ലാഭമുണ്ടല്ലോ, അതാണ് അള്ളാഹു നിങ്ങൾക്ക് ആ ബാക്കി വെച്ചത്, അതാണ് ബർക്കത്തുള്ളത്. യാതൊരു കൃത്രിമവും കാണിക്കാതെ സത്യസന്ധമായി ലഭിക്കുന്നത് അള്ളാഹു ബാക്കി വെച്ചതുണ്ടല്ലോ, അതാണ് ഏറ്റവും ഉത്തമമായത്, അതാണ് ബർക്കത്തുള്ളത്. എന്തിനാണ് അവിഹിതമായ രൂപത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്നത്? അദ്ദേഹം അവർക്ക് ഉപദേശം കൊടുക്കാൻ ഈ സമയത്ത് ഇവർക്ക് ചൂടായി. ഇവരെന്താ പറഞ്ഞറിയോ? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലോണം നിസ്കരിക്കുന്ന ആളായിരുന്നു, നല്ലോണം നിസ്കരിക്കും. അപ്പൊ ഇവർ ശുഐബ് നബിയോട് ഒരു കുരുട്ട് ചോദ്യം ചോദിക്കാം. أو أن نفعل في أموالنا ما نشاء. ശുഐബ് നബിയെ ശുഐബേ എന്ന് വിളിച്ചിട്ട് പറയാണ്, അസ്വലാത്തുക തൗമുറുക, നിസ്കാരമാണോ താങ്കളോട് കൽപ്പിക്കുന്നത്? എന്ത്? അന്നത്രുക മാ യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കള് ആരാധിച്ച ആ വിഗ്രഹങ്ങളെ ഞങ്ങൾ ഒഴിവാക്കാൻ, ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ച വിഗ്രഹങ്ങളെ ഞങ്ങൾ ഒഴിവാക്കാൻ, അത് ഉപേക്ഷിക്കാൻ താങ്കളുടെ നിസ്കാരമാണോ ഈ കൽപ്പിക്കുന്നത്? ഔ അൻ നഫ്അല ഫീ അംവാലിന മാ നശാ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങളുടെ ഹിതം പോലെ പ്രവർത്തിക്കുന്നതിന് അതിനെ ഉപേക്ഷിക്കാനും എന്റെ നിസ്കാരമാണോ കൽപ്പിക്കുന്നത്? വല്ല നിസ്കാരക്കാരൻ, ഇന്നക്കല അൻതൽ ഹലീമുർ റഷീദ്, നീ ഒരു സഹനശീലൻ, നീ ഒരു സന്മാർഗി എന്ന് പറഞ്ഞിട്ട് ഇവര് മഹാനായ ശുഐബ് നബിയെ വല്ലാതെ കളിയാക്കി. ഒരു നിസ്കാരക്കാരൻ ഇന്നും പറയല്ലോ അങ്ങനെ പറയും. ജർമീമി, ജൊരു ഷെയ്ഖ്, ജൊരു മോലിയർശി എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചെറുതാക്കാൻ നോക്കും. ഇതന്നെയാണ് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ പറഞ്ഞത്. ഒരു നിലക്കും അവർ അംഗീകരിച്ചില്ല. അവർ കൃത്രിമത്തിന്റെ ആളുകളായിട്ട് തന്നെ ജീവിച്ചു. അവർ കൊള്ളയും കൊള്ളവെപ്പും നടത്തി. അവസാനം നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അവസാനം അല്ലാഹു അവർക്ക് എന്ത് ചെയ്തു? വലിയ ശിക്ഷ കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അവർ നന്നാകുന്നില്ല. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് മാന്യമായ രൂപത്തിൽ പറഞ്ഞു, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രസംഗത്തിന്റെ ആദ്യത്തിലൊക്കെ ചില ആൾക്കാർ പറയില്ലേ, ഇത് ശുഐബ് നബി പറഞ്ഞതാണ്, അത് ഖുർആൻ ഉദ്ധരിച്ചതാണ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്, ഞാൻ കഴിവിന്റെ പരമാവധി നന്മ ഉദ്ദേശിച്ച് പറയണം. അങ്ങനെ തന്നെയല്ല ഇപ്പോ ഉപദേശം നൽകുന്ന ആളും അങ്ങനെ തന്നെയുള്ള പറയേണ്ടത്. ഞാൻ കഴിവിന്റെ പരമാവധി ഞാൻ
പിന്നെ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വമാ തൗഫീഖീ ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. എന്റെ എല്ലാ കഴിവും അല്ലാഹുവിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടുമല്ല. അവരിലേക്ക് ഞാൻ ബലമേൽപ്പിക്കുന്നു, അവരിലേക്ക് ഞാൻ മടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ശുഐബ് നബി അവരോട് പറഞ്ഞു, ഞാൻ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കോളൂ. ഈ രൂപത്തിൽ പറഞ്ഞു. ഇവർ എങ്ങനെ പറഞ്ഞാലും സ്വീകരിക്കൂല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലമ്മാ ജാഅ അംറുനാ നജ്ജയ്നാ ശുഐബൻ വല്ലദീന ആമനൂ മഅ. അല്ലാഹു പറയുന്നുണ്ട്, നമ്മുടെ കൽപ്പന വന്നപ്പോ, അതായത് ശിക്ഷയുടെ കൽപ്പന വന്നപ്പോ, നജ്ജയ്നാ ആമനൂ മഅഹു, അദ്ദേഹത്തോടുകൂടെ വിശ്വസിച്ച ആളുകളെ നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്നാ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായിട്ടാണ് അവരെ നാം രക്ഷപ്പെടുത്തിയത്. വഅഖദത്തില്ലദീന ളലമുസ്വൈഹതു, അതിക്രമകാരികളായ, അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തിയ ജനതക്ക് ഒരു ഘോരമായ ശബ്ദം അവരെ പിടികൂടി. ഫഅസ്ബഹൂ ഫീ ദിയാരിഹിം ജാസിമീൻ, അവരുടെ വീടുകളിൽ ചത്തുവീടുന്നവരായി, ചത്തുമലച്ചവരായി അവർ. അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, ഒരു ഘോരമായ ശബ്ദം. അതന്നെയുള്ളോ മഹാനായ സ്വാലിഹ് നബിയുടെ ജനതക്കും വന്നത്? ഭീകരമായ ബീഭത്സമായ ഒരു ശബ്ദം വന്നു, ഘോരമായ ഒരു ശബ്ദം വന്നു. അല്ലാഹു തആല അവരെ നശിപ്പിച്ചു എന്നാണ്. അപ്പൊ ശുഐബ് നബിയുടെ ജനതയെ അല്ലാഹു നശിപ്പിക്കാൻ കാരണം അവർ അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തി. ആ ഒരവസ്ഥ നമുക്കൊരിക്കലും പാടില്ല. അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഒരു നിലക്കും അങ്ങനെ എന്നും വഞ്ചന ഇല്ലാഞ്ഞാൽ വരുമാനം ഉണ്ടാവില്ല എന്ന് കരുതരുത്. ആ വരുമാനത്തിലല്ല ബർക്കത്തുണ്ടാവും. നമ്മളിപ്പോ കുറെ ഉണ്ടാക്കിയിട്ടും കാര്യമല്ലോ, അതൊക്കെ പടച്ചോൻ വിചാരിച്ച് അങ്ങനെ കൂടുതൽ ചെലവുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകും. കുറഞ്ഞ കാര്യം മതി, പൈസ കുറയാണ് പോവാൻ. ചെറിയ ചെറിയ സംഗതികൾ, ഒരുപാട് ചെറിയ സംഗതി, പണം പോകാൻ ഒരു പണിയില്ല, വന്നതിലേറെ സ്പീഡിൽ പോകും. ബർക്കത്താണ് വളരെ പ്രധാനം സഹോദര. അതുകൊണ്ട് നമ്മളെല്ലാവരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, അവിഹിതമായ രൂപത്തിൽ ഒരു പൈസ എന്ത് ചെയ്യണ്ട, നമുക്ക് വേണ്ട. നമ്മളെല്ലാവരും തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനാണ് ബർക്കത്ത്. മറ്റേ താൽക്കാലികമായ ഒരു നേട്ടമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അതിലേറെ വലിയ ഇരട്ടി നഷ്ടമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ കാണാൻ കഴിയും. നമുക്ക് കിതാബിൽ മാത്രമുള്ളതല്ല, അനുഭവങ്ങൾ തന്നെ കാണാൻ കഴിയും. അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. പെരും വരവ് വരും, അതിലേറെ പോവുകയും ചെയ്യും. പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥ, പിന്നെ ഭയങ്കര ടെൻഷൻ. ബർക്കത്ത് വളരെ പ്രധാനമാണ്. അതിനിപ്പോ ഈ ഒരു വിഷയം മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പല മുതലാളിമാരും ജ്വല്ലറി ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ടെക്സ്റ്റൈൽസുകളാണെങ്കിൽ ഒരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടാവും. ഒന്നുകിൽ ഒരു സിനിമാ നടൻ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരം. ഇങ്ങനെയൊക്കെയാണ് ചില ആളുകൾ സ്വീകരിക്കുന്നത്. എന്തിനാണിത്? ഒരു കട ഉദ്ഘാടനാണെങ്കിൽ സഹോദര, ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഓതിയിട്ട് അന്ന് കട തുറക്കുക. ഒരു നല്ല മനുഷ്യന്റെ കൈകൊണ്ട് തുറപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായി. വാപ്പുണ്ടെങ്കിൽ വാപ്പാന്റെ കൈകൊണ്ടാക്കുകയാണെങ്കിൽ വളരെ നന്നായി. മകന്റെ കട വാപ്പാന്റെ കൈകൊണ്ട് തുറക്കുകയാണെങ്കിൽ, മകന്റെ വീടിന് വാപ്പ കുത്തിയടിക്കുകയാണെങ്കിൽ, മകന്റെ വീടിന് പാവപ്പെട്ട ആ വയസ്സായ ഉമ്മ ആ കല്ലൊന്നാണ് വെക്കുകയാണെങ്കിൽ വലിയ ബർക്കത്തുണ്ട്. അതിലൊക്കെ വലിയ ബർക്കത്തുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതരുടെ കുടുംബത്തിലെ ആളുകൾ, അഹ്ലു ബൈത്ത്, ബർക്കത്തുണ്ടാവും. നല്ല പണ്ഡിതന്മാർ, വേഷമുണ്ടായതുകൊണ്ട് കാര്യമില്ല. ആത്മാർത്ഥമുള്ള മനുഷ്യന്മാര്, കുഴപ്പമില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു മുഅ്മിനായ മനുഷ്യന് ഫാത്തിഹ ഓതിയിട്ടല്ലേ തുടങ്ങേണ്ടത്? പോരെ? ഫാത്തിഹ ഓതിയിട്ട് ദ്വാരുന്ന കൊണ്ട് തുടങ്ങുന്ന ഒരു ശിഷ്ടാണെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യൂലേ? ഇത് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ടുവന്നിട്ട് കത്രിക കൊടുത്ത് മുറിപ്പിക്കും. ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ ശാസ്ത്രത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഗാനമേളയാണ്. പോയി അവരുടെ ബർക്കത്ത് നഷ്ടപ്പെട്ടു. എത്രയോ ആളുകൾ ഇപ്പൊ ടെക്സ്റ്റൈൽസുകളിലൊക്കെ എന്താ, പെണ്ണുങ്ങളല്ലേ സ്വീകരിക്കാൻ. എങ്ങനെ ബർക്കത്തുണ്ടാകുക? ദ്വാരക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
അത് വേണോ സഹോദര മോമിനിയങ്ങൾക്ക്? സ്ത്രീകളെ ലൈറ്റിങ് നിർത്തിക്കല്ലേ. എന്തിനേറെ കല്യാണത്തിന് പോലും ഇപ്പം അങ്ങനെ വരികയാണ്. പള്ളിക്കത്തെ കാലിയറി നിക്കാഹിന് ഒരുങ്ങി ഇങ്ങനെ വരുമ്പോ പെണ്ണ സ്വീകരിക്കണ്ടേ. ഓള് ചിരിച്ചുകൊണ്ടാണ്. ഓൾക്കത്തെ കാലിയറി ഓളെ ചിരിച്ചാൽ ഏൽപ്പിച്ചതല്ലേ, ഏൽപ്പിച്ചോണ്ടതല്ല ആദ്യം. ഓളെ പണ്ട് കാര്യമില്ല, ആദ്യം ഏൽപ്പിച്ചോണ്ട് പുറം പൊളിച്ചണം. അങ്ങനത്തെ കല്യാണത്തിനൊന്നും പോണ്ട തീരുമാനിച്ചാൽ ഞാനാണെങ്കിൽ നേരെ തിരിച്ചു പോരും. നിക്കാഹ് നമ്മൾ ചെല്ലി കൊടുക്കണ്ടാണെങ്കിലും ഓൾ നിക്കാഹ് നടത്തുക, കല്യാണം നടത്തുക, കൂട്ടിക്കൊണ്ടുപോവുക, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയാൽ മതി. അനിസ്ലാമികമായതാണെങ്കിൽ പാടില്ല. നമ്മൾ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. സ്വീകരിക്കണമെങ്കിൽ അപ്പം അതിനനുസരിച്ച് കുറച്ച് ഡോസ് കൂട്ടേണ്ടി വരും. ഞാൻ ഇക്കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് പോയി. എന്തായിരുന്നാലും വരണം എന്ന് പറഞ്ഞാൽ വല്ലാതെ വിളിച്ചപ്പോ പോയതാ, രാത്രി പോയത് കഴിഞ്ഞ ആഴ്ച. ഞാൻ ചെന്നപ്പോ ഒരു ബോക്സിന്റെ തല ഇങ്ങനെ കാണുന്നുണ്ട് അവർക്ക്. അപ്പൊ എന്തോ പാട്ടും കൂത്തൊക്കെ ഉണ്ടോന്നൊരു സംശയം. പക്ഷെ ഞാൻ ചെന്നതോടുകൂടെ ഒക്കെ നിന്നു. ഭയങ്കര അച്ചടക്കം. പോരാൻ നേരത്തെ ഞാൻ കുട്ടിന്റെ വാപ്പനോട് ചോദിച്ചു, എന്തോ ഗാനമേടെ വല്ലതൊക്കെ ഉണ്ടോ ഇസ്ലാം വിലക്കിയ രൂപത്തിൽ? ചെറിയ കുട്ടികൾ പാടുകയാണെങ്കിലും ഓക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാളെ കുടുംബജീവിതത്തിന്റെ ഉദ്ഘാടനമാണ്, പ്രോദ്ഘാടനമാണ്. അതൊരിക്കലും അള്ളാഹു വിലക്കിയൊരവസ്ഥയിൽ ആകരുത്, അപ്പൊ ബർക്കത്ത് പോകും, ശ്രദ്ധിക്ക എന്ന് എന്നോട് പറഞ്ഞു. നല്ല രൂപത്തിൽ. നല്ല മനുഷ്യന്മാർ വേഗം സ്വീകരിക്കും, അല്ലാത്തവർക്കൊരു ഭാഷീകരം. അയാൾക്കിപ്പോ ചായ അടിച്ചു പോയാൽ പോരെ എന്നുള്ള ചിന്ത വരും ചിലർക്ക്. ചിലരങ്ങനല്ല. ചിലരെന്ത് ചെയ്യും, നമ്മുടെ കാര്യത്തിനാണല്ലോ പറയുന്നത്, സ്നേഹം കൊണ്ടാണല്ലോ പറയുന്നത്, ദേഷ്യം ഉണ്ടെങ്കിൽ പറയണ്ട, കളിച്ചട്ടെ, എന്നിട്ടാണ് തൊലയട്ടെ, അങ്ങനല്ലേ കരുതുക. അപ്പൊ അതുകൊണ്ട് സഹോദര, നമ്മൾ ഈ ഒരു വിഷയം മാത്രമല്ല, നമ്മുടെ ധനത്തിലും നമ്മുടെ ജീവിതത്തിലും ബർക്കത്തുണ്ടാണെങ്കിൽ ഒരുപാട് മേഖലകളിൽ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ഈ കാര്യം ചിലരൊക്കെ തൂക്കുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം, ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് ഇടും. അപ്പാണ് പോകും തുലാസം ഒന്നായിട്ട് അങ്ങനെ തന്നെ എടുക്കും. എന്റെ നാട്ടിൽ അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി വെച്ചാൽ ഞാൻ സാധനം എന്നാണ് അത് വെച്ചോക്കുമ്പോ കുറച്ചും കൂടി നിന്നാലേ തൂക്കം കണക്കാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ദമ്മില ഏറിലാണ് പോയതാണ്. പടച്ചോനെ, ഞങ്ങൾ പറഞ്ഞില്ലേ വാഴ തുരന്നെടുക്കും തണ്ട്, എന്തായ്മ കിട്ടുക. ശുഐബ് നബി പറഞ്ഞത് വളരെ ഇതാണ്, നിങ്ങൾക്ക് ഐശ്വര്യല്ലേ, ക്ഷേമ ഐശ്വര്യല്ലേ, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇല്ലെങ്കിൽ പിന്നെ തീരെ ഒന്നുമില്ലെങ്കിൽ എങ്ങനെങ്കിലും ഒപ്പിക്കണ്ടേന്ന് കരുതിയിട്ടാണെന്ന് കരുതാം. അതും ഇല്ലല്ലോ എന്ന് ശുഐബ് നബി പറഞ്ഞില്ലേ, ഇതേ അവസ്ഥല്ലേ. നിങ്ങൾക്കറിയോ, തൂക്കം കറക്റ്റാക്കാൻ വേണ്ടി ഒരു പലചരക്ക് കടയിൽ മുളക് മുറിച്ചിട്ടുണ്ട്. എനിക്കറിയാം, മരിച്ചു അയാൾ. മുളക് മുറിച്ചിട്ട് തൂക്കും. അപ്പൊ ആ തൂക്കം കണക്കാക്കാൻ മുളക് എന്തെയും മുറിക്കും. പച്ചമുളക് തൂക്കുമ്പോ മുളക് മുറിച്ചു. ആ മുറിച്ച ഒരു ബാക്കി മുളകുണ്ടല്ലോ, പിന്നെ അന്ന് ആരും മുളക് വാങ്ങാൻ വന്നില്ലെങ്കിൽ അതാണ് ചീഞ്ഞു പോകുന്നത്. പിറ്റേന്ന് എടുത്തുകൊണ്ട് വേസ്റ്റക്ക്. അങ്ങനെയൊക്കെ കണക്കാക്കണോ? കുറച്ച് ആ സാധനത്തിന്റെ ഭാഗത്തേക്കാണ് തൂങ്ങിക്കോട്ടെ, നമ്മളെ ഭാഗം ക്ലിയർ ആവും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി അതിന്റെ ശേഷം അല്ലാഹു തആല മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കണം. നോക്കൂ, കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. വേണ്ട, തീർച്ചയായിട്ടും തമ്മാടികളുടെ ഏട് അത് സിജ്ജീനിലാകുന്നു. ദുർനടപ്പുകാരുടെ ഗ്രന്ഥം, ഏട്, രേഖ അത് സിജ്ജീനിലാകുന്നു. വമാ അദ്റാക മാ സിജ്ജീൻ. സിജ്ജീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താങ്കൾക്ക് അറിവ് ലഭിച്ചതെന്ത്? കിതാബുൻ മർഖൂം, എഴുതപ്പെട്ട രേഖയാണത്. അള്ളാഹു പറയുന്നു, നോക്കൂ, സിജ്ജീന്, അല്ലീന്, ഇങ്ങനെ രണ്ടെണ്ണുണ്ട്. അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ആളുകളുടെ ആത്മാക്കളുടെ കേന്ദ്രമാണ് സിജ്ജീൻ. അള്ളാഹുവിനെ മറന്ന് ജീവിച്ച, അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ അവന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയ തമ്മാടികളായ ദുർനടപ്പുകാരായ ആളുകളുണ്ടല്ലോ, അവർ മരിക്കുമ്പോഴുടെ ആത്മാക്കളെ അദാബിന്റെ മലക്കുകളെ സിജ്ജീനിലേക്ക് കൊണ്ടുപോകും. രൂക്ഷമായ ദുർഗന്ധമായിരിക്കും, ഭയങ്കര ദുർഗന്ധം.
ആകാശലോകത്തോട് മലക്കുകൾ പറയുന്നത്രേ, ആരുടേതാണ് ഈ ദുർഗന്ധം വമിക്കുന്ന ആത്മാവ്, ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഇങ്ങോട്ട് അടുപ്പിക്കല്ലേ എന്ന് മലക്കുകൾ പറയുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാം വേർതിരിയുന്ന ഒരു സന്ദർഭമാണത്. ഇങ്ങോട്ടടുപ്പിക്കല്ലേ, ഇങ്ങോട്ടടുപ്പിക്കല്ലേ എന്ന് മലക്കുകൾ പറയാത്രേ. അങ്ങനെ മോശപ്പെട്ട ആത്മാക്കളുടെ ഒരു കേന്ദ്രം, അതാണ് സിജ്ജീൻ എന്ന് പറയും. മാത്രമല്ല അതിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് കിതാബും മർഖൂം. എന്നിട്ട് അല്ലാഹു പറയുന്നത്, സത്യത്തെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾക്ക് വമ്പിച്ച നാശം. സത്യത്തെ നിഷേധിക്കുന്നവർക്ക്, വ്യാജമാക്കുന്നവർക്ക് അന്നേ ദിവസം വലിയ ശിക്ഷയുണ്ട്. ആരാണവർ? അല്ലദീന യുകല്ലിമൂന ബിയൗമിദ്ദീൻ. അവർ പ്രതിഫലദാന ദിവസത്തെ അവർ കളവാക്കുന്നവരാകുന്നു. പ്രതിഫലദാന ദിവസം, ഖിയാമത്ത് നാളിനെ അവർ വ്യാജമാക്കുന്നവരാണ്. അങ്ങനെ ലോകാവസാനം ഉണ്ടാവില്ല. ലോകം തകർന്നാൽ തന്നെ ഒരു ഉയർത്തിയെഴുന്നേൽപ്പ് ഉണ്ടാവൂല എന്നാണ് ഇപ്പോ ചിലർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം വളരെ അടുത്തിട്ടുണ്ട്. അതിന്റെ അടയാളങ്ങളൊക്കെ ഏകദേശം വന്നല്ലോ അല്ലേ? പിന്നെ എത്ര കേരളത്തില് കള്ളുകുടിക്കുന്ന പെണ്ണുങ്ങളുടെ കണക്കുന്നില്ല പത്രം, ലക്ഷക്കണക്കിന് കുടുംബിനികൾ കള്ളുകുടിക്കുന്നുണ്ടെന്നാണ്. വിദേശമദ്യം ആണുങ്ങൾ വീട്ടിലേക്ക് കുപ്പി കൊണ്ടുപോയിട്ട് ഭാര്യയോടുകൂടെ കുടിക്കുകയാണ്. ആദ്യമൊക്കെ ഒന്നിങ്ങനെ കുറച്ചു കൊടുത്ത് വേണ്ടാന്നൊരു മടി കാണിച്ച്, പിന്നെ അതൊന്നും അത്ര വലിയ പ്രശ്നമില്ലാന്നായി, പിന്നെ ലഹരിക്ക് അടിമപ്പെട്ടു, പിന്നെ ഭാര്യയും ഭർത്താവും കുടിക്കാൻ. സുബ്ഹാനല്ലാഹ്. സ്ത്രീകളെ മദ്യപിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കേരളത്തിൽ കുടിക്കുന്നത്. ആണുങ്ങളിത് പറയണ്ട. രാജ്യത്തിന്റെ നിലനിൽപ്പ് പോലും വെള്ളത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് ഗവൺമെന്റ് മാറി വന്നാലും കള്ള് നിരോധിക്കുന്നുള്ള പൂതി വേണ്ട. കള്ളില്ലെങ്കിൽ നിലനിൽപ്പില്ല. കള്ളിന്റെ വരുമാനമല്ലേ കാര്യമായിട്ടുള്ള വരുമാനം? കള്ളിന്റെ വരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്നതുകൊണ്ട് സഹോദരാ, നമ്മൾ ചിന്തിക്കണം. ഇത് ഖിയാമത്ത് നാളിന്റെ അലാമത്താ. വരും കൊലപാതകം അധികരിക്കുക. ഈ വെടിവെപ്പും കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ സാധാരണ കേൾക്കാറില്ലായിരുന്നു. ഇപ്പൊ അതൊന്നും ഒരു വിഷയമല്ലാതായി. എല്ലായിടത്തും വെടിവെപ്പുകളും കാര്യങ്ങളും കൊലപാതകങ്ങളും. മനുഷ്യന്റെ ജീവന് ഒരു വിലയില്ല, ഒരു വിലയില്ല. കത്തിക്കൊണ്ടാണ് കുത്തിയ ആളെ കൊല്ലാൻ മടിയില്ല. കേസും കൂട്ടും, അതൊക്കെ എന്തേലും ആകും എന്നുള്ള രൂപത്തിൽ ചിന്തിക്കണം സഹോദര. ആളുകളുടെ അവസ്ഥ ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. ഏകദേശമൊക്കെ വന്നു കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് വരാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കൃത്രിമം കാണിക്കല് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. അമാനത്ത് വിശ്വസിച്ചേൽപ്പിച്ചതിൽ വഞ്ചന കാണിക്കുക. 10 വള ഒരാളെ ഏൽപ്പിച്ചു സൂക്ഷിക്കാൻ, സ്വർണത്തിന്റെ 10 വള. ഇയാള് അതിൽ നിന്ന് ഒന്ന് മെല്ലെ ഒരു കളറ് പൂശിയ ഒരു വള വെച്ചിട്ട് ഒന്ന് ഇതിനെ മാറ്റി. 9 ഒറിജിനലിനെ അതിൽ ഒന്ന് മാറ്റി. പെട്ടെന്നറിയാൻ കഴിയൂല സഹോദര, പെട്ടെന്ന് അറിയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഒരു കടുത്ത ഒരു വിശ്വാസ വഞ്ചനയാണ് കാണിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. അമാനത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അശ്രദ്ധയുണ്ടാവുക എന്നുള്ളത് ലോകാവസാനത്തിന്റെ ഒരു അടയാളമായിട്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ എണ്ണിയിട്ടുള്ളത്. എന്തായിരുന്നാലും അള്ളാഹുവാണ് പറയുന്നത്, അല്ലദീന യുകല്ലിമൂന ബിയൗമിദ്ദീൻ വമാ യുകല്ലിമൂ ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ നസീം. അതിരുവിട്ട് പോകുന്ന, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന, എല്ലാ സീമകളും ലംഘിക്കുന്ന മഹാപാപിയായ ആളുകളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നവർ ആരാണ്? അവർ അതിരുവിട്ട പ്രവർത്തനം ചെയ്യുന്നവരാണ്, സകല സീമകളും ലംഘിക്കുന്നവരാണ്, അവർ മഹാപാപികളാണ്. ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഭൂമിയിലേക്ക് പതിക്കലോടുകൂടെ ഈ പ്രപഞ്ചം തകരും എന്നാണ് ഇപ്പൊ എല്ലാവരും സമ്മതിക്കുന്നത്. എന്നാൽ അതിന്റെ ശേഷം ഒരു ഉയർത്തിയെഴുന്നേൽപ്പ് ഇല്ല. അതിന്റെ ശേഷം ഒരു ഉയർത്തിയെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസം. മനുഷ്യൻ ചിന്തിക്കാത്തതുകൊണ്ടല്ലേ? മനുഷ്യൻ ചിന്തിക്കാത്തത് കൊണ്ടാ. ഇവിടെ ആഡംബര ജീവിതം നയിക്കുമ്പോൾ ചിലപ്പോ അവനക്ക് തോന്നും എനിക്കൊന്നും പ്രശ്നമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിൽ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ നിലക്കും സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ
ആ സുഖങ്ങളിലും ആഡംബരങ്ങളിലുമാണ് മുഴുകിയിട്ട് എല്ലാം മറക്കുകയാണ്. പക്ഷെ അവൻ ഓർക്കുന്നില്ല, മരിക്കലോടുകൂടെ ഒക്കെ തീർന്നുപോയി. മരിക്കലോടുകൂടെ ഒക്കെ തീർന്നുപോയി. മരിക്കലോടുകൂടെ ഒക്കെ തീർന്നുപോയി. ഇപ്പൊ ചില വീടുകളൊക്കെ അല്ലെ, കോടികൾ ഉപയോഗിച്ചുള്ള ചില വീടുകളൊക്കെ, ആ വീടുകളുടെ അകത്തുള്ള സെറ്റപ്പ് എന്താ? കള്ളം വന്നാൽ മടങ്ങിപ്പോവും. കാരണം എന്താ? വാതിൽ തുറക്കണമെങ്കിൽ ആ വീട്ടിന്റെ ഉടമ തന്റെ വലത് കൈയിന്റെ അല്ലെങ്കിൽ തന്റെ തള്ളവിരല് ആ ലോക്കിൽ അമർത്തിയാലേ എന്തെയുള്ളൂ, തുറക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു വീട് ഇവിടെ പരിസരത്തുണ്ട്. കുടുംബനാഥൻ എന്ത് ചെയ്യണം? ആ ലോക്ക് വന്ന് വിരലമർത്തണം. പെട്രോൾ പമ്പിലില്ലേ ആ വാച്ച് ഉണ്ടെന്ന് എന്നാലേ ഇത് തുറക്കപ്പെടുള്ളൂ. ഇനി വലിയ അപകടത്തിലോ മറ്റോ ഈ വിരല് അയാളിത് പോവുകയാണെങ്കിൽ അപ്പൊ തുറക്കാൻ ഒരു കോഡുണ്ട്. വലിയ ദീർഘവീക്ഷണം ആ വിഷയത്തിൽ. പക്ഷെ ഒരു വീക്ഷണം ഇല്ലാതെ പോയി. എന്താ? ഇയാൾ ആ വാതിലൊക്കെ തുറന്ന് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ചിട്ട് സുഖമായിട്ട് കിടന്നു. എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ അങ്ങനെ അറ്റാക്ക് ഉണ്ടായി. ഈ ബാക്കിയുള്ള എന്താ ചെയ്യുക? കോഡും അയാൾക്കേ അറിയുള്ളൂ, വിരലും അയാളെടുത്താണ്. പുറത്തുള്ള എന്ത് ചെയ്യും? ചിന്തിച്ചിട്ടില്ല. ചവിട്ടി പൊളിക്കേണ്ടി വരും. അതിന് മസാല വേണമെന്നില്ല. അത് ഏത് പോട്ടനും ചെയ്യാം. 4 ചവിട്ട് കൊടുത്തിട്ട് തെറിക്കേണ്ട രൂപതയുണ്ടാവും. സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇവിടുന്ന് വിട പറയുമ്പോൾ ആ കവറിലാണ് ഈ സെറ്റപ്പ് വേണ്ടത്, അവിടെ വേണ്ട. അതിനുള്ള പ്രവർത്തനമാണ് സഹോദര വേണ്ടത്. ഇന്നിപ്പോ ഒരു വാപ്പ വയസ്സായിട്ട് സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ വാപ്പാക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള എല്ലാ പണിയുണ്ട്. ഇവിടെ കോട്ടക്കലടുത്ത് ഞാൻ ഒരു വീട്ടിലേക്ക് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി. സംഘാടകർ പറഞ്ഞു, നമ്മളെ മഹലിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ആളാണ്, തീരെ സുഖമില്ല, ഉസ്താദൊന്ന് പോയെന്നാണ്. നമ്മൾ ചിലയിടത്തൊക്കെ പോയാൽ കുടുങ്ങും, വെറുതെ പോവാണ്. വല്ലാതെ പറഞ്ഞപ്പോ ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ കണ്ട രംഗന്താ. മകൻ ഒരു വലിയ കാര്യപ്പെട്ട ആളാണ്, വലിയ കാര്യപ്പെട്ട ആളാ. കൂടുതലൊന്നും പറയണ്ട, അപ്പൊ ഇത് തിരിഞ്ഞാലോ ഇത് പുറത്തും പലരും കേൾക്കുന്നതാ. എന്തായിരുന്നാലും ഞാൻ പോയി നോക്കുമ്പോ വാപ്പ തീരെ സുഖമില്ലാതെ കിടക്കണം. വാപ്പാൻ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് ഗ്ലാസിന്റെ വലിയൊരു കൂടുണ്ട്. അതിൽ നിറയെ ജീവികളുടെ രൂപങ്ങളാണ്. ഒട്ടകം, കുതിര, ആന, സകല തത്തമ്മ, പൂച്ച എല്ലാം ഉണ്ട്. ഇല്ലാത്തൊന്നുമില്ല. പുലിയടക്കം. ആ പുലിനെപ്പോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഉണ്ട്. ഇനി ഈ വാപ്പ നോക്കൂ, ഈ വാപ്പ പിന്നെ ഞാൻ നേരെ കണ്ടൊരു രംഗം പറയണം. എന്നെ കൊണ്ടുപോയി, അപ്പോ വാപ്പാന്റെ മകനും എന്റെ അടുത്തുണ്ട്. വാപ്പ പറഞ്ഞു, എനിക്കൊന്ന് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. അതിൽ മകന് എന്ത് ചെയ്തു? നേരെ അടുത്താണ് മകൻ, ഈ കട്ടിലിന്റെ നേരെ അടുത്താണ്. ഇന്റെ അടുത്തുണ്ട്. വാപ്പ പറഞ്ഞു, എനിക്കൊന്ന് എഴുന്നേൽക്കണടാ. അതിൽ മകൻ എന്ത് ചെയ്തു? ഡാ ഒരാളെ വിളിച്ചു. പാപ്പ എഴുന്നേൽക്കണം. അപ്പൊ ഞാൻ കരുതിയത് ഇയാൾ അനിയനാണെന്ന്. അപ്പൊ അത് കൂലിക്ക് ആളെ വെച്ചിരിക്കണം. മോനേടാ എനിക്കൊന്ന് എഴുന്നേൽക്കണം എന്ന് പറയുമ്പേ എന്നാ ഇങ്ങനെ കാട്ടാനുള്ളൂ. ഡാടാ ഓന് ശമ്പളം കൊടുത്തല്ലേ, മുതലാക്കണ്ടേ? എന്തിനാ ജാതി മക്കളാ? ഇവിടെ വലിയ ദറജയാണെന്നാ വിചാരം. അവനെ നോക്കാനുള്ള എളുപ്പിക്കല് ഓൻ ചെയ്യണത്. ഒരാളെ ശമ്പളത്തിന് ഏൽപ്പിക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് പ്രസവിച്ചു കൊടുത്താ അല്ലല്ലോ. ഇതൊക്കെ ഖിയാമത്ത് അലാമത്ത. ഇനി വയസ്സായ വാപ്പാരൊക്കെ ചിലയിടത്തെ ഓല് കോമഡിയൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ച് കിടക്കുക, പല്ലൊന്നും ഇല്ലെങ്കിലും കിടക്കട്ടെ, ടെൻഷൻ മാറാനും. വളരെ ഗുരുതരാവസ്ഥയിൽ സഹോദര ഒരു വീട്ടിലേക്ക് ചെന്ന ഒരാള് എന്നോടൊരു അനുഭവം പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം. ഒരു വീട്ടിലേക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി ചെന്നപ്പോ സ്വീകരണ റൂമിലുണ്ടത്രേ സിനിമ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ടിവിയിൽ സിനിമ ഇങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മുന്നിലെ കസേരയിൽ അവിടുത്തെ വയസ്സായ വാപ്പ പിന്നെ അബോധാവസ്ഥയിൽ കിടക്കുന്നുണ്ട്. ഈ ചെന്ന ആളാകെ ബേജാറായി അടുക്കളന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് വിളിച്ചു. ഓലക്ക് അടുക്കളയിലുള്ളവരൊക്കെ വിളിച്ചു, വാപ്പാക്ക് എന്താ സംഭവിച്ചത്? അപ്പൊ ഓല് ഓടി വന്നിട്ട് പറഞ്ഞു, ആ ഇടക്കിടക്ക് ഉണ്ടായാലുണ്ട്, എന്നാലും ഇപ്പൊക്ക് ടി വി കാണാൻ ഞാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ചൊക്കെ, വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആളാണ് ഇയാൾ. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കേണ്ട ഇടയിൽ അബോധാവസ്ഥയിലായതാണ്. അത് കുറച്ച് ഞാൻ തെളിഞ്ഞോളും, സാധാരണ ഉണ്ടാകുന്നതാണ്. ഓലൊന്നും ഇങ്ങനെ വന്നു നോക്കി എത്ര ശ്വാസം ഉണ്ടോ? ശ്വാസം ഉണ്ട്, അത് സാധാരണ ഉണ്ടാകുന്ന. അത് നമ്മൾ കരുതുമ്പോഴല്ല സഹോദര.